മറ്റൊരു മത്സരത്തെക്കുറിച്ച് എടുത്ത് പറയേണ്ടതാണെങ്കിൽ അതിനി വരുന്ന ലാസ്റ്റ് സെമി ഫൈനൽ പോരാട്ടം കൂടിയാണ് ഇംഗ്ലണ്ട് അർജന്റീന മത്സരം. ഒരുപക്ഷെ ഒരുപാട് പ്രതികാരത്തിന്റെ കഥകൾ പറയാനുണ്ട്, ഒരുപക്ഷെ ആ കണക്കുകൾ തീർക്കാനുണ്ട്. 86-ലെ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിലും ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഗോളും ഒക്കെ നമ്മളിങ്ങനെ ഓർക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും അതൊരു കടുത്ത പോരാട്ടമായിരിക്കും. തീർച്ചയായും 86-ലെ അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് നമുക്ക് ഓർമ്മയുണ്ടോ ചോദിച്ചാൽ ഓർമ്മയില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ മത്സരം കണ്ട ആളുകളൊന്നും ആയിരിക്കില്ല നമ്മളിൽ പലരും. പക്ഷേ അന്ന് തുടങ്ങിയ ഒരു രണ്ട് ടീമുകളും തമ്മിൽ തുടങ്ങിയ ഒരു പോരാട്ടമുണ്ട്. അതിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ മാച്ചിൽ ജയിക്കുക. അന്നത്തെ പ്രീ ക്വാർട്ടർ ആയിരുന്നു, ഇന്നിപ്പോൾ സെമി ഫൈനൽ മത്സരത്തിലേക്ക് വഴിമാറുകയാണ്. അന്ന് മറഡോണ നേടിയ ദൈവത്തിന്റെ കൈ ഗോൾ ഇംഗ്ലണ്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വല്ലാത്ത ഒരു നെഞ്ചിരിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ ഒരു തിരിച്ചടി കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കളിയിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കളി മികവ് കൊണ്ടും പന്തടക്കം കൊണ്ടും ടീം സ്പിരിറ്റ് കൊണ്ടും രണ്ട് പേരും ഈക്വലാണ് എന്ന് തന്നെ പറയാം. പക്ഷെ ഒരു നേരിയ എഡ്ജ് കളിക്കളത്തിനകത്ത് നമ്മൾ രണ്ട് കടലാസ് വെച്ച് അതിൽ എഴുതി നോക്കിയാൽ ഇംഗ്ലണ്ടിനുണ്ടോ എന്ന് നോക്കേണ്ടി വരും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഉള്ളത് അർജന്റീന ഈ ലോകകപ്പിൽ ഈ കഴിഞ്ഞ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെതിരെ പുറത്തെടുത്തിരിക്കുന്ന അവരുടെ പ്രകടനമാണ്. സ്വിറ്റ്സർലൻഡിനെതിരെ അങ്ങനെ ആയിരുന്നില്ല, കുറെ കൂടി നന്നായി കളിക്കണമായിരുന്നു. ഗോളൊക്കെ നേടി മത്സരം ജയിച്ചെങ്കിൽ പോലും സ്കലോണിയുടെ ടീം ഈ പൂർണ്ണ തോതിലേക്ക് ഫോമിലേക്ക് എത്തിയതെന്ന് ചോദിച്ചാൽ അതിനില്ല എന്ന് മറുപടി പറയണം. മറുവശത്താണെങ്കിൽ ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗ്ഹാമും അടക്കമുള്ള ആളുകളുണ്ട്, സക്ക അടക്കമുള്ള പ്രതിഭകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ പിടിച്ചു കിട്ടുക അർജന്റീനയ്ക്ക് ഈ കളി കൊണ്ട് മതിയാകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അർജന്റീന കളി മാറ്റേണ്ടി വരും, തന്ത്രം മാറ്റേണ്ടി വരും. അതിനനുസരിച്ച് ഗോളുകൾ നേടാനുള്ള പുതിയ തന്ത്രങ്ങളൊക്കെ നെയ്തെടുക്കേണ്ടി വരും. പക്ഷേ എല്ലാത്തിനും ഉപരിയായി ഇപ്പോൾ ഒരു തോമസ് ടുഫേൽ എന്ന് പറയുന്ന കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു തന്ത്രം അർജന്റീനയ്ക്കെതിരെ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ തന്ത്രങ്ങൾക്ക് മുകളിലാണ് സാക്ഷാൽ ലയണൽ മെസ്സി എന്ന് പറയുന്ന പ്രതിഭാസം. ആ പ്രതിഭാസം ലയണൽ മെസ്സിയുടെ പ്രകടന മികവ് എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചു കൂടിയായിരിക്കും ഇന്നത്തെ അർജന്റീനയുടെ ജയത്തെ സ്വാധീനിക്കുന്നത്. ജയപരാജയങ്ങളിൽ ഇന്ന് ലയണൽ മെസ്സിയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ടീം വളരെ സജ്ജമായിട്ട് തന്നെ നിൽക്കുകയാണ്. താരങ്ങൾക്ക് വലിയ പരിക്കോ പ്രശ്നങ്ങളോ ഒന്നും രണ്ട് വശത്തും ഇല്ല. പക്ഷേ ജൂഡ് ബെല്ലിംഗ്ഹാമും തുഫേലും തമ്മിലുള്ള നേരിയ പിണക്കം അത് വലിയ ചർച്ചയായിരുന്നു ഇംഗ്ലണ്ട് ക്യാമ്പിൽ. കഴിഞ്ഞ മത്സരത്തിന് ശേഷം തുഫേൽ പറയുന്നു കളി മോശമായിരുന്നു മൊത്തത്തിൽ എന്ന് പറയുന്നു. കോച്ച് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് ബെല്ലിംഗ്ഹാം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പൊരുത്തമില്ലായ്മ അവർക്കിടയിലുണ്ട്. ജിൽസിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജിൽസി ഒരു പക്ഷേ പ്രതീക്ഷിച്ചിരുന്നത് അർജന്റീന ഫൈനലിൽ എത്തിയാൽ ഫ്രാൻസ് വരും എന്നായിരുന്നു. ജിൽസി അങ്ങനെ ഇല്ല, ഫ്രാൻസ് ഒക്കെ പോയി. അത് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. മഹേഷ്, ഫ്രാൻസ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് പക്ഷേ ഇപ്പോ കണ്ട ശേഷം ഉണ്ടല്ലോ, സ്പെയിന്റെ മത്സരം കണ്ട ശേഷം ഫ്രാൻസ് വേണ്ടായിരുന്നു, സ്പെയിൻ തന്നെ മതിയെന്ന് തോന്നി. കാരണം എംബാപ്പയൊക്കെ ഇങ്ങനെ പൂട്ടാൻ ഒരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സിയൊക്കെ എങ്ങനെ വരിഞ്ഞു മുറുക്കുമെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ജിൽസി മനസ്സിലാക്കി കൊടുത്തോളൂ. ജിൽസി 9ാമത്തെ ജേഴ്സിയാണ് ഈ ലോകകപ്പിലിടുന്നത്. ഈ കേപ്പ് വെർദയുടെ ജേഴ്സിയൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് ഇപ്പോഴും അറിയില്ല. എന്തായാലും പക്ഷേ ബ്രസീൽ ആരാധകർക്ക് ഒരു നിരാശ കാര്യം എന്താണെന്ന് അറിയാമോ? ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അർജന്റീനയെ പൂട്ടണമെങ്കിൽ ഫ്രാൻസ് വരണം എന്നായിരുന്നു. വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അർജന്റീനയെ പൂട്ടണമെങ്കിൽ എംബാപ്പെ വരുന്നു, നിങ്ങൾ പേടിച്ചോളൂ, എംബാപ്പയെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കും കേട്ടോ, എംബാപ്പയെ പേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ബ്രസീൽ ആരാധകർ നിന്നിരുന്നത്. പക്ഷേ എംബാപ്പയൊക്കെ പോയി. സ്പെയിന്റെ മത്സരം കണ്ടപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് എന്താ പറയുക, മഹേഷ് പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു താരത്തിന്റെ പിൻബലം ഇല്ലാതെങ്കിൽ ഒരു വ്യക്തിഗത ആളുകളെ നോക്കി നിന്ന് കളിക്കാത്ത ഒരു ടീം എന്ന് പറയുമ്പോൾ അവർ കിടിലൻ ടീമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സ്പെയിന്റെ മത്സരം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു ആകാംക്ഷയിൽ. അതിനോടൊപ്പം ഇന്നത്തെ മത്സരം കൂടെ പ്രധാനപ്പെട്ടതാണ്.